2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ? ഉത്തരം അഭാജ്യ സംഖ്യ. ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗോസ്. വ്യാസത്തിൻ്റെ പകുതി? ഉത്തരം ആരം. കാൽക്കുലേറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം പാസ്കൽ. ഗ്രാഫ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം റെനെ ദെക്കാർത്ത്. വേദഗണിതത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ഭാരതി കൃഷ്ണ. അക്ഷരങ്ങളും സംഖ്യകളും ദൈവം മനുഷ്യർക്ക് നൽകിയ 2 കണ്ണുകളാണ്. ഈ വാക്യം ആരുടേതാണ്? ഉത്തരം അവയാർ. കാപ്രേക്കർ സംഖ്യ എത്ര? ഉത്തരം 6174. ഒരേ തലത്തിലുള്ള 2 വൃത്തങ്ങൾക്ക് പൊതുവായ എത്ര സംഗമ ബിന്ദുക്കൾ ഉണ്ടാവും? ഉത്തരം 2. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഉത്തരം 35. കൃത്യമായ ആകൃതിയില്ലാത്ത പ്രതലങ്ങളുടെ പരപ്പളവ് കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം പ്ലാനിമീറ്റർ. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞ? ഉത്തരം ശകുന്തള ദേവി. ഭാരതീയരുടെ ഗണിതശാസ്ത്ര അഭിമാനമായി കരുതുന്ന ആര്യഭടീയം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ആര്യഭടൻ. 0 ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം കമ്പ്യൂട്ടർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഒരാൾ ഒരു ഗണിതശാസ്ത്രജ്ഞൻ ആയിരുന്നു. ആരാണ് അത്? ഉത്തരം ലാല ഹർദയാൽ. ഇന്ത്യൻ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഭാസ്കരാചാര്യ. ട്രിഗോൺ എന്ന പദം ഏതിൻ്റെ പഴയ പേരായി ഉപയോഗിച്ചിരുന്നു? ഉത്തരം ത്രികോണം. 1നും 100നും ഇടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട്? ഉത്തരം 25. ഒരു സമഭുജ ത്രികോണത്തിന് എത്ര മൂലകൾ ഉണ്ട്? ഉത്തരം 3. ബൈനോമിയ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഉത്തരം ന്യൂട്ടൺ. ജ്യാമിതിയുടെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഉത്തരം യൂക്ലിഡ്. നെഗറ്റീവ് കണ്ടുപിടിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. സമ്പൂർണ്ണ സൂര്യഗ്രഹണം ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം തെയിൽസ്. സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആര്? ഉത്തരം കപിലൻ. Thanks for watching. Please subscribe.